കർത്താവിൽ പ്രിയരെ, ദൈവവചനം ധ്യാനിക്കുവാൻ താങ്കളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പൗലോസ് സബ്ബത്തിനെ നീക്കിക്കളഞ്ഞുവോ എന്നുള്ളതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പൗലോസിൻ്റെ പതിവ് എന്തായിരുന്നു എന്നെഴുതിയിരിക്കുകയാണ്. പൗലോസ് പതിവ് പോലെ അവരുടെ അടുക്കൽ ചെന്നു 3 ശബ്ദത്തിൽ തിരുവെഴുത്തുകളെ ആധാരമാക്കി അവരോട് വാദിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന് ശേഷം പൗലോസ് ശബ്ദത്തിനെ സംബന്ധിക്കുന്ന തൻ്റെ പതിവ് മാറ്റി ഉയർത്തെഴുന്നേൽപ്പിനെ ആദരിച്ച് ഞായറാഴ്ചയെ ബഹുമാനിക്കാൻ തുടങ്ങിയതായി ദൈവവചനത്തിൽ കാണുന്നില്ല. ചില ആളുകൾ പറയുന്നത് പൗലോസ് സബത്ത് കൽപ്പന നീക്കിക്കളഞ്ഞു എന്നാണ്. പൗലോസ് അങ്ങനെ സബത്ത് നീക്കിക്കളഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അവരുപയോഗിക്കുന്നത് ഈ വാക്യങ്ങളാണ്. കൊലോസ്യർ 2-ാം അധ്യായം 16-17. അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഇവ വരുവാനിരുന്നവയുടെ നിഴലത്രേ. ഭക്ഷണപാനങ്ങൾ, പെരുന്നാൾ, വാവ്, ശബത്ത്, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 10 കൽപ്പനയുടെ ഭാഗമല്ല. അത് മോശയുടെ പ്രമാണത്തിൽ കാണുന്നവയാണ്. വരുവാനിരുന്നവയുടെ നിഴലത്രേ എന്ന് പറയുമ്പോൾ ശബത്ത് ലോകത്തിൽ പാപം പ്രവേശിക്കുന്നതിന് മുൻപേ ദൈവം പരിചയപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ശബത്ത്, കൽപ്പനപ്രകാരമുള്ള ഒരു ശബത്ത് നിഴലാണ് എന്ന് നമുക്ക് കരുതാൻ സാധ്യമല്ല. പിന്നെ പെരുന്നാളിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താണ് പെരുന്നാളുകൾ? ഇസ്രായേൽ മക്കളുടെ 3 പ്രധാന പെരുന്നാളുകളാണ് ഫീസ്റ്റ് ഓഫ് ദ പാസ്ഓവർ, പെസഹ പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് ടേബർനാക്കിൾസ്, കൂടാര പെരുന്നാൾ, ഫീസ്റ്റ് ഓഫ് പെൻറ്റക്കോസ്റ്റ്, അതായത് 50-ാം ദിവസത്തെ പെരുന്നാൾ. ലേവ്യ പുസ്തകം 23-ാം അധ്യായം അനുസരിച്ച് ഇസ്രായേൽ മക്കൾക്ക് 7 വാർഷിക ശബത്തുകൾ ഉണ്ടായിരുന്നു. കൽപ്പന പ്രകാരമുള്ള പ്രതിവാര ശബത്ത് അല്ലാതെ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം വരുന്ന 7 ശബത്തുകൾ ഉണ്ടായിരുന്നു. ഒന്നാമത്തത് പെസഹ സാബത്ത്, പാസ്ഓവർ സാബത്ത്. അത് 1-ാം മാസം 15-ാം തീയതിയാണ് വരുന്നത്. രണ്ടാമത്തത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. അത് 1-ാം മാസം 21-ാം തീയതിയാണ് വരുന്നത്. മൂന്നാമത്തത് വാരപ്പെരുന്നാൾ, അതായത് 50-ാം ദിവസം, പെന്തക്കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അത് പെസഹ തുടങ്ങി 50-ാം ദിവസം വരുന്നു. നാലാമത്തത് കാഹളധ്വനിയുടെ പെരുന്നാൾ. അത് 7-ാം മാസം 1-ാം തീയതിയാണ്. അഞ്ചാമത്തേത് പാപപരിഹാര ദിവസം, ഡേ ഓഫ് അറ്റോൺമെൻറ്റ്. അത് 7-ാം മാസം 10-ാം തീയതി വരുന്നു. ആറാമത്തേത് കൂടാരപ്പെരുന്നാൾ, 7-ാം മാസം 15-ാം തീയതി വരുന്നു. ഏഴാമത്തേത് കൂടാരപ്പെരുന്നാളിൻ്റെ അവസാനത്തെ ദിവസം, അത് 7-ാം മാസം 22-ാം തീയതി വരുന്നു. ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം വരുന്നതായ ശബത്ത് ആഴ്ചയുടെ ഏത് ദിവസവും വരാം, വിശുദ്ധ ശബത്തിനോട് ചേർന്നും വരാൻ സാധിക്കും. എന്നാൽ അവ 10 കൽപ്പനയിൽ ഉൾപ്പെട്ടവയല്ല. 7-ാം ദിവസ ശബത്ത് എന്ന് പറയുന്നത് അത് പ്രതിവാരം വരുന്നതാണ്. അത് 4-ാം കൽപ്പന അനുസരിച്ചുള്ളതാണ്. അപ്പോൾ കൊലോസ്യർ 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ ക്രിസ്ത്യാനികൾക്ക് കൽപ്പന പ്രകാരമുള്ളതായ ശബത്ത് ആവശ്യമില്ല എന്ന് തെളിയിക്കുന്നതിന് പോരാത്തവയാണ്. ഈ വാക്യങ്ങൾ കൊണ്ട് ശബത്ത് മാറിപ്പോയി എന്ന് തെളിയിക്കാൻ സാധ്യമല്ല. ഇതിലും പ്രധാനപ്പെട്ട വേറെ ഒരു കാരണം കൂടിയുണ്ട്. 10 കൽപ്പനകൾ എന്ന് പറയുന്നത് അടിസ്ഥാന തത്വങ്ങളാണ്. അത് ദൈവം നേരിട്ട് നൽകിയതാണ്. ദൈവം നേരിട്ട് പ്രസ്താവിക്കുകയും ദൈവം എഴുതി കൊടുക്കുകയും ചെയ്തവയാണ്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം 2-ാം വാക്യത്തിൽ അഗ്നിമയമായ ഒരു പ്രമാണം എന്ന് അതിനെ വിളിച്ചിരിക്കുന്നു. യെശയ്യാപ്രവചനം 33-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ ദ ലോർഡ് ഈസ് അവർ ലോ ഗിവർ, യഹോവ നമ്മുടെ ന്യായദാതാവ്. ന്യായദാതാവിന് ഇംഗ്ലീഷിന് ലോ ഗിവർ എന്നാണ്. അതായത് പ്രമാണം നൽകുന്നത് ദൈവമാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ there is one law giver, ന്യായപ്രമാണ കർത്താവും ന്യായാധിപതിയും ഒരുവനേ ഉള്ളൂ,
അതിനർത്ഥം എന്താണ്? കൽപ്പന നൽകിയിരിക്കുന്നത് കർത്താവാണ്. അപ്പോൾ കൽപ്പന നൽകിയിരിക്കുന്ന കർത്താവിനല്ലാതെ അതിൽ എന്തെങ്കിലും ഒരു തിരുത്തൽ, ഒരു ഭേദഗതി അല്ലെങ്കിൽ ഒരു ഒഴിവാക്കൽ ചെയ്യുവാൻ സാധ്യമല്ല. പൗലോസിനോട് 10 കൽപ്പനകളിൽ ഒന്നിന് മാറ്റം വരുത്താൻ ഒരു നിയോഗം ദൈവം കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വാക്യം മനുഷ്യർ ഉപയോഗിക്കുന്നത് ശബത്തിനോടുള്ളതായ അവരുടെ മത്സരം, ശബത്തനുസരിക്കാനുള്ളതായ അവരുടെ അസൗകര്യം അല്ലെങ്കിൽ മനപ്രയാസം, അതിനെ ഉപയോഗിക്കുന്ന ഒരു ഒഴികഴിവ് മാത്രമാണ്, അതിന് എക്സ്ക്യൂസ് മാത്രമാണ്. ദൈവത്തിൻ്റെ വചനം എന്തു പറയുന്നു? വെളിപ്പാട് പുസ്തകം 22:14 ബ്ലെസ്ഡ് ആർ ദേ ദാറ്റ് ഡു ഹിസ് കമാൻഡ്മെൻറ്റ്സ്. ജീവൻ്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇംഗ്ലീഷിലും തമിഴിലും അത് ഡു ഹിസ് കമാൻഡ്മെൻറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നു. ദൈവകൽപ്പന അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകാൻ പാടില്ല. ദൈവത്തിൻ്റെ കൽപ്പന നിലനിൽക്കുന്നതാണ്. അതിലൊരു കൽപ്പനയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവവചനം ഞങ്ങൾക്ക് വെളിച്ചമായി നൽകിയിരിക്കുന്നതിന് വേണ്ടി തിരുനാമത്തിന് സ്തോത്രം. ലോകത്തിൽ അനേക വഞ്ചനകൾ നടമാടുമ്പോൾ സത്യം തിരിച്ചറിയുന്നതിനും അത് ഉറച്ചു നിൽക്കുന്നതിനും ഈ അന്ത്യ നാളുകളിൽ അടിയങ്ങൾക്ക് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.